അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ചെയ്യാൻ പോണത് നമ്മുടെ പ്ലം കേക്കിനുള്ള ഫ്രൂട്ട്സ് സോക്കിംഗ് ആണ്. ഒരു വർഷം വരെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരുപാട് കാലം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണം നോക്കിയാലോ. ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ടൂട്ടി ഫ്രൂട്ടി 2 വിധമാണ്, പച്ചയും ചുവപ്പും. അതേപോലെ കാരക്കുണ്ട്, കറുത്ത മുന്തിരിയുണ്ട്, ചുമന്ന മുന്തിരിയുണ്ട്. നട്ട്സായിട്ട് അണ്ടിപ്പരിപ്പ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. കറുത്ത മുന്തിരിയൊക്കെ കുറച്ച് കൂടുതൽ ഇടണ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. കയ്യിലുള്ള നട്ട്സ് എന്തൊക്കെയാണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് പീൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു ചട്ടിയിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ് ചേർക്കേണ്ടത് കേട്ടോ. അതന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. അതൊരു 2 സ്പൂണ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു അരക്കപ്പ് ഓറഞ്ച് നീര് ചേർക്കുന്നുണ്ട്. കുരു ഒന്നും പെടരുത് കേട്ടോ, കുരു ഇട്ടാൽ കഴിച്ചു പോവും. കുരു ഇല്ലാതെ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. കുരു പെടാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അരിച്ചിട്ട് മാത്രം ചേർക്കണം, ഇല്ലെങ്കിൽ ഇത് പിന്നെ കഴിച്ചിട്ട് തിന്നാൻ കഴിയില്ല കേട്ടോ. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം. നല്ലോണം പഞ്ചസാരയൊക്കെ അലിയുന്നത് വരെ തിളപ്പിക്കാം. പഞ്ചസാര പെട്ടെന്ന് വറ്റിപ്പോവുകയോ അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ ഓറഞ്ച് നീര് കുറച്ചും കൂടി, വെള്ളം ചേർക്കാത്ത ഓറഞ്ച് നീരാണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ കാരക്ക ചെറുതാക്കി അരിഞ്ഞ് വെച്ച കുരുവൊക്കെ കളഞ്ഞ് ചേർത്ത് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഓറഞ്ച് പീലാണ് ചേർത്ത്. ഇത് നമുക്ക് കടയിൽ നിന്ന് ചോദിച്ചാൽ കിട്ടും കേട്ടോ. കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങണ കടയിൽ ഉണ്ടാവും. അതേപോലെ ജിഞ്ചർ പീൽ ഉണ്ടാവും, ഓറഞ്ച് പീൽ ഉണ്ടാവും. ഇതൊക്കെ ചേർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോഴാണ് കടയിൽ നിന്ന് വാങ്ങണ അതേ ഒരു ടേസ്റ്റ് നമുക്ക് നമ്മളെ പ്ലം കേക്കിന് കിട്ടുക കേട്ടോ. ഇനി കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാം, ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ലോണം വഴറ്റിയെടുക്കണം. ചെറിയൊരു നനവുണ്ടാകണം, പറ്റി പോകരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സാണ് ചേർത്ത് കൊടുക്കുക. നട്ട്സ് വറുത്തിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ചെറുതാക്കി നുറുക്കിയിട്ട് ഒന്ന് വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അത് ബദാമായാലും പിസ്തയാണെങ്കിലും എന്ത് നട്ട്സാണെങ്കിലും നമ്മൾ ഒന്ന് ഡ്രൈ ചെയ്തിട്ട് വേണം എടുക്കാൻ. എന്നാലും നമുക്കിത് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഗരം മസാലയാണ്. ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻറ്റിൽ ഒന്ന് അറിയിക്കണേ. ഇതിന് പ്രത്യേക ഗരം മസാലയാണ്. ബിരിയാണിക്ക് ചേർക്കണ ഗരം മസാലയല്ല കേട്ടോ ചേർക്കേണ്ടത്. പ്ലം കേക്കിനായിട്ടുള്ള ഗരം മസാലയാണ്. ഇനി ഇതിലേക്ക് ഡ്രൈ ജിഞ്ചർ പൗഡറാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇതുപോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരുപാട് പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളുണ്ടാവും. നമ്മളെ കസ്റ്റമറുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഇതിൽ ചേർക്കണ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഇതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറഞ്ഞ ബഡ്ജറ്റിലാണെങ്കിൽ നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയും കറുത്ത മുന്തിരിയൊക്കെ ഇത് വെച്ച് നമുക്ക് നല്ല അടിപൊളി പ്ലം കേക്ക് ഉണ്ടാക്കാം. ഇത് വെച്ച് ചെയ്താൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങണ അതേ ഒരു ടേസ്റ്റിക്ക് നമ്മളെ പ്ലം കേക്കിനെ കൊണ്ടുവരാം. എല്ലാവരും ഇതുപോലെയും ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.